നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എൻ്റെ പൂജാ ജപവേളയിൽ വാരാഹി ദേവി മനസ്സിൽ വരികയും ചില കാര്യങ്ങൾ എന്നോട് പറയുകയും ചെയ്തു. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഞാൻ ഇന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ വാരാഹി ദേവി നിമിത്തമാണ്. ഭഗവതിയാണ് എന്നെക്കൊണ്ട് ഇന്നിതിവിടെ പറയിച്ചത്. വാരാഹി ദേവിയുടെ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നതിന്, നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിന് ഭഗവതി നിമിത്തമായിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഈ കാര്യം കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം വലിയ സൗഭാഗ്യങ്ങൾ വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ വന്നു ചേരാൻ പോവുകയാണ്. ഹൈന്ദവ പുരാണങ്ങൾ പ്രകാരം അതിശക്തിയാർന്ന ഉഗ്രരൂപിണിയായ വരാഹ രൂപം കൈക്കൊണ്ട് ആദി പരാശക്തിയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ദുഃഖത്തെയും എത്ര വലിയ സങ്കടത്തെയും ഒരു നിമിഷം കൊണ്ട്, ഒരു നിമിഷത്തിന്റെ ക്ഷണനേരം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സങ്കടം വാരാഹി ദേവിയോട് പറയാനുണ്ടെങ്കിൽ പൂജയോ വഴിപാടോ ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ വാരാഹി ദേവിയോട്, അമ്മേ വാരാഹി ഭഗവതി, എൻ്റെ ഈ സങ്കടം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം അമ്മയൊന്ന് മാറ്റിത്തരണേ, അല്ലെ നടത്തിത്തരണേ എന്ന് ഇപ്പം ദാ ഈ നിമിഷം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളൊന്ന് പറഞ്ഞ് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. വിളക്ക് കത്തിക്കേണ്ട, മന്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചൊല്ലണ്ട, വഴിപാടുകളൊന്നും ചെയ്യണ്ട. ഇന്നതാ ഈ മുഹൂർത്തത്തിൽ, ഈ നിമിഷത്തിൽ നിങ്ങൾ വാരാഹി ദേവിയോട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അച്ചിട്ടായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇപ്പം മനസ്സിൽ എന്ത് കാര്യം വാരാഹി ദേവിയോട് ഇത് കേൾക്കുന്ന നിമിഷം നിങ്ങൾ പറയുന്നു. അത് ഏത് പാതിരാത്രിയിലും ആയിക്കൊള്ളട്ടെ, നിങ്ങളിത് കേട്ട് ഈ കേൾക്കുന്ന നിമിഷം വാരാഹി ദേവിയോട് പറയുന്നുവോ പ്രാർത്ഥിക്കുന്നുവോ, ഭഗവതി അത് നിങ്ങൾക്ക് നടത്തിത്തരും. എത്ര വലിയ സങ്കടമായാലും, എത്ര വലിയ വിഘ്നമായാലും, എത്ര വലിയ കാര്യമായാലും ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി ഭഗവതിയോട് പറയൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതി അത് പ്രാവർത്തികമാക്കി തരുന്നതാണ്. കഠിനമായ പൂജയോ അല്ലെങ്കിൽ വ്രതമോ നിഷ്ഠകളോ ഒന്നും വേണ്ടാത്ത ദേവിയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. മനസ്സിൽ കളങ്കമില്ലാതെ, കലർപ്പില്ലാതെ, ശുദ്ധമായ ഭക്തിയോടുകൂടി ഭഗവതിയെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഭഗവതി അത് നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിശക്തിയാർന്ന ഒരു വാരാഹി മന്ത്രമാണ്. രണ്ടാമത്തത് വാരാഹി വിളക്കിനെ പറ്റിയാണ്. പഞ്ചമി നാളിൽ വീട്ടിൽ തെളിയിക്കേണ്ട വാരാഹി വിളക്കിനെ പറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് തുടർന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് മനസ്സിലാക്കാം, വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ലളിതവും ഏറ്റവും ശക്തിയാർന്നതുമായ മന്ത്രം ഏതാണ്? ഒരുപാട് മന്ത്രങ്ങളുണ്ട് കേട്ടോ, വലിയ മന്ത്രങ്ങൾ, വലിയ ശ്ലോകങ്ങൾ, ഇതൊക്കെ വാരാഹി ദേവിയായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ലളിതമായി ഏതൊരു സാധാരണക്കാരനും, അതായത് വിളക്ക് വെച്ച് തൊഴുന്ന, ഒരുപാട് മന്ത്രങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അറിവില്ലാത്ത ഒരു സാധാരണ വ്യക്തിക്ക് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും ശക്തിയുള്ള മന്ത്രമേതാ? ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. വേറെ ഒന്നും വേണ്ട, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെങ്കിലും ഒരിടത്ത് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപത്തിലോ ഒരു പ്രശ്നത്തിലോ പെട്ടിരിക്കുന്ന സമയത്ത് മനസ്സ് ഒന്ന് ഏകാഗ്രമാക്കി വാരാഹി ദേവിയുടെ ഈ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുക. മന്ത്രം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹേ വാരാഹിയേ നമ. വേറെ ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. ഹേ വാരാഹിയേ നമ എന്ന് ചൊല്ലുക. ഒരു 3 തവണ ചൊല്ലുക.
ഹേ വരാഹിയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മനസ്സിൽ എന്തൊക്കെ സങ്കടങ്ങളുണ്ടോ, അല്ലെ എന്താണോ നിങ്ങൾക്ക് ഭഗവതിയോട് പറയാനുള്ളത് അത് പറയുക. ചിലപ്പോൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ പരിഹാരം കിട്ടും. ചിലപ്പോൾ അന്ന് രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പരിഹാരം കിട്ടും. അത്രയും ഉഗ്രശക്തിയുള്ള ഏറ്റവും ക്ഷിപ്രപ്രസാദിനിയാണ് ദേവിമാരിൽ. ദേവി എന്ന് പറഞ്ഞാലേ ക്ഷിപ്രപ്രസാദിനിയാണ്. ആ ദേവിമാരിൽ ഏറ്റവും ക്ഷിപ്രപ്രസാദിനിയാണ് വാരാഹി ദേവി എന്ന് പറയുന്നത്. അപ്പൊ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും ലളിതമായ മന്ത്രം ഹേ വരാഹിയേ നമ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിലുള്ള കാര്യം ദേവിയോട് പറയുക എന്നുള്ളതാണ്. ഇതാണ് വാരാഹി മന്ത്രത്തെ പറ്റിയുള്ള രഹസ്യം നിങ്ങളോട് പറയാനുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് വാരാഹി വിളക്കിനെ പറ്റിയാണ്. കാര്യസിദ്ധിക്ക്, ജീവിത വിജയത്തിന്, ജീവിതത്തിൽ ഉയർച്ച നേടാൻ നമ്മൾ തെളിയിക്കേണ്ട ഒരു വിളക്കാണ് വാരാഹി വിളക്ക് എന്ന് പറയുന്നത്. ഇത് ദിവസവും തെളിയിക്കുന്ന അല്ല കേട്ടോ. എല്ലാ മാസവും പഞ്ചമി നാള്, പഞ്ചമി തിഥി എന്നാണ് വരുന്നതെന്ന് നോക്കി ആ പഞ്ചമി തിഥിയിൽ തെളിയിക്കേണ്ടതാണ് വാരാഹി വിളക്ക് എന്ന് പറയുന്നത്. പഞ്ചമി നാൾ എന്നാണ് വരുന്നതെന്ന് കലണ്ടറിൽ നോക്കുക. ആ ദിവസം ത്രിസന്ധിക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ വാരാഹി വിളക്ക് തെളിയിക്കുക. ആ കുടുംബത്തിന്റെ, ആ വീടിന്റെ തലവര തന്നെ മാറുമെന്നാണ് പറയുന്നത്. ഒരൊറ്റ തവണ തെളിയിച്ചവർക്ക് പോലും, വാരാഹി വിളക്ക് ഒരു ദിവസം കത്തിച്ചവർക്ക് പോലും അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്ന് നിറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നിത്യം വാരാഹി വിളക്ക് കത്തിക്കുന്നവരുടെ കാര്യം പറയാനുണ്ടോ? പല രീതിയിൽ വാരാഹി വിളക്ക് കത്തിക്കാൻ പറ്റും. പല രീതിയിൽ പല ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന രീതികളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട രീതി ഞാനൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാനൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതായത് വാരാഹി വിളക്ക് തെളിയിക്കുന്നത് ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യൂ, ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും വന്നു ചേരുന്നതാണ്. വീട്ടിൽ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ പഞ്ചമി ദിവസം നിങ്ങൾക്കിത് ചെയ്യാം. പഞ്ചമിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പഞ്ചമി കാത്തിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അല്ല, എന്തെങ്കിലും അർജന്റ് ഉണ്ട്, നിങ്ങൾക്ക് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയാൽ വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ്. അപ്പം പഞ്ചമി നാളിൽ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല ഒരു പാത്രം എടുക്കുക, നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് അരി, അത് പച്ചരി ആവുന്നത് ഏറ്റവും നല്ലത്, പച്ചരി തട്ടിയിടുക. ഇട്ടതിന് ശേഷം ആ പച്ചരിയുടെ നടുക്കായിട്ട് ഒരു തേങ്ങയുടച്ച് 2 മുറിയാക്കി വെച്ച്, ഒരു തേങ്ങ ഉടച്ച് 2 മുറിയാക്കി ആ 2 തേങ്ങാമുറി മലർത്തി വെക്കുക. വെച്ചതിന് ശേഷം ആ 2 തേങ്ങാമുറിയിലേക്കും എണ്ണ ഒഴിക്കുക. എണ്ണ എന്ന് പറയുമ്പം വിളക്കെണ്ണ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ട് അതിലേക്ക് 2 ഉണ്ടത്തിരികൾ ഇടുക. 2 ഉണ്ടത്തിരിയിട്ട് ആ പച്ചരിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ആ നാളികേര ദീപത്തിന് തിരി കൊളുത്തുക. തിരി കൊളുത്തിയിട്ട് നിലവിളക്കിന്റെ മുന്നിലായിട്ട്, അല്ലെങ്കിൽ വാരാഹി ചിത്രം പൂജാമുറിയിലുണ്ടെങ്കിൽ ആ വാരാഹി ചിത്രത്തിന്റെ മുന്നിലായിട്ട് കൊണ്ടുപോയി ഐശ്വര്യമായിട്ട് വെക്കുക. വെച്ച് തിരി കൊളുത്തുക. തിരി കൊളുത്തി കുറച്ച് പൂക്കൾ ആ ഒരു വിളക്കിന്റെ ചുവട്ടിലായിട്ട്, ആ അരിയുടെ മുകളിലായിട്ട് ഭദ്രമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കുക. സമർപ്പിച്ചുകൊണ്ട് 2 കൈകളും കൂപ്പിക്കൊണ്ട് ദാ ഈ മന്ത്രം ഓം ശ്രീ ഭൂതേ വാം ജാം രാം മഹാവജ്രവാരാഹി അതിഗുഹ്യ ദണ്ഡനാഥേ ത്രിപാദ സ്വരൂപിണിം ഗ്രാം സ്വാഹ. എങ്ങനെയാണ്? ഓം ശ്രീ ഭൂതേ വാം ജാം രാം മഹാവജ്രവാരാഹി അതിഗുഹ്യ ദണ്ഡനാഥേ ത്രിപാദ സ്വരൂപിണിം ഹ്രാം സ്വാഹ. ഈ ഒരു മന്ത്രം ചൊല്ലുക. ഇത് നിങ്ങൾ 3 തവണ ചൊല്ലുക. അത് എഴുതിയെടുത്ത് വെക്കുകയോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഈ വരാഹി വിളക്ക് തെളിയിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് ഈ മന്ത്രം 3 തവണ ചൊല്ലുക. എന്തൊക്കെ നിങ്ങൾക്ക് ഭഗവതിയോട് പറയാനുണ്ടോ അതൊക്കെ പറയുക. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും കാര്യം പറഞ്ഞ് ഭഗവതിയോട് പ്രാർത്ഥിക്കുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രയും ശക്തിയുള്ള കാര്യമാണ് വാരാഹി വിളക്ക് എന്ന് പറയുന്നത്. ഇത് പഞ്ചമി നാളിൽ തെളിയിക്കുക. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മനോവിഷമോ വീട്ടിൽ എന്തെങ്കിലും അനർത്ഥങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് തന്നെ കത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം കത്തിക്കുന്നതും
ഏറ്റവും നല്ലതാണ്. ചെയ്തു നോക്കൂ, ഏറ്റവും നല്ലതാണ്. ഇന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സങ്കടം തീർത്തു തരാൻ ഭഗവതി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനെന്നെ കൊണ്ട് പറയിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ജപവേളയിൽ എനിക്കിത് തോന്നണമെന്നില്ല. ഭഗവതി നിമിത്തമാണെല്ലാം. ഭഗവതി അനുഗ്രഹിക്കട്ടെ. നന്നായി വരട്ടെ. നന്ദി, നമസ്കാരം.